കതിസ്മ 8 ഭാഗം 2 സങ്കീർത്തനങ്ങൾ 59, 60, 61. സങ്കീർത്തനം 59. സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണഗീതം. അവനെ കൊല്ലേണ്ടതിന് ശൗൽ അയച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ചമച്ചത്. എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നോട് എതിർക്കുന്നവരുടെ വശത്ത് നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇതാ അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എൻ്റെ പാപം ഹേതുവായിട്ടും അല്ല. എൻ്റെ പക്കൽ അകൃത്യം ഇല്ലാതെ അവർ ഓടി ഒരുങ്ങുന്നു. എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരണമേ. നീതികെട്ട ദ്രോഹികളിൽ ആരോടും കൃപ ഉണ്ടാകരുതേ. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായെപ്പോലെ കുരച്ചുകൊണ്ട് അവർ പട്ടണത്തിനു ചുറ്റും നടക്കുന്നു. അവർ തങ്ങളുടെ വായ് കൊണ്ട് ശകാരിക്കുന്നു. വാളുകൾ അവരുടെ അധരങ്ങളിലുണ്ട്. ആർ കേൾക്കുമെന്നവർ പറയുന്നു. എങ്കിലും യഹോവേ, നീ അവരെ ചൊല്ലിച്ചിരിക്കും. നീ സകല ജാതികളെയും പരിഹസിക്കും. എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിന്നെ കാത്തിരിക്കും. ദൈവം എൻ്റെ ഗോപുരമാകുന്നു. എൻ്റെ ദൈവം തൻ്റെ ദയയാൽ എന്നെ എതിരേൽക്കും. ദൈവം എന്നെ എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും. അവരെ കൊന്നുകളയരുതേ. എൻ്റെ ജനം മറക്കാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവേ, നിൻ്റെ ശക്തി കൊണ്ട് അവരെ ഉഴലുമാറാക്കി താഴ്ത്തണമേ. അവരുടെ വായിലെ പാപവും അധരങ്ങളിലെ വാക്കുകളും നിമിത്തവും, അവർ പറയുന്ന ശാപവും ഭോഷ്കും നിമിത്തവും അവർ തങ്ങളുടെ അഹങ്കാരത്തിൽ പിടിപെട്ടു പോകട്ടെ. കോപത്തോടെ അവരെ സംഹരിക്കണമേ. അവർ ഇല്ലാതെയാകും വണ്ണം അവരെ സംഹരിച്ച് കളയണമേ. ദൈവം യാക്കോബിൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അറ്റം വരെ അറിയുമാറാകട്ടെ. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായെപ്പോലെ കുരിച്ചും കൊണ്ട് അവർ നഗരത്തിനു ചുറ്റും നടക്കുന്നു. അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു. തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു. ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും. അധികാലത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിനക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവും അല്ലോ. ആമേൻ. സങ്കീർത്തനം 60. സംഗീത പ്രമാണിക്ക് സാക്ഷ്യസാരസം എന്ന രാഗത്തിൽ അഭ്യസിപ്പിപ്പാനുള്ള ദാവീദിൻ്റെ ഒരു സ്വർണഗീതം. യോവാബ് മെസൊപ്പൊട്ടാമ്യയിലെ സങ്കീർത്തനം 60. സംഗീത പ്രമാണിക്ക് സാക്ഷ്യസാരസം എന്ന രാഗത്തിൽ അഭ്യസിപ്പിപ്പാനുള്ള ദാവീദിൻ്റെ ഒരു സ്വർണഗീതം. യോവാബ് മെസൊപ്പൊട്ടാമ്യയിലെ അരാമ്യരോടും സോബയിലെ അരാമ്യരോടും യുദ്ധം ചെയ്ത് മടങ്ങി വന്ന ശേഷം ഉപ്പു താഴ്വരയിൽ 12,000 ഏദോമ്യരെ സംഹരിച്ച് കളഞ്ഞ സമയത്ത് ചമച്ചത്. ദൈവമേ, നീ ഞങ്ങളെ കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു. നീ കോപിച്ചിരിക്കുന്നു. ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ. നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു. അത് കുലുങ്ങുകയാൽ അതിൻ്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. നിൻ്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ച് പരിഭ്രമത്തിൻ്റെ വീഞ്ഞ് നീ ഞങ്ങളെ കുടിപ്പിച്ചിരിക്കുന്നു. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിൻ്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖോമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത്. എഫ്രൈം എൻ്റെ തലക്കോരികയും യഹൂദ എൻ്റെ ചെങ്കോലും ആകുന്നു. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. ഏദോമിൽ ഞാൻ എൻ്റെ ചെരുപ്പ് എറിയും. ഫെലിസ്ത്യ ദേശമേ, നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളോട് കൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ആമേൻ. സങ്കീർത്തനം 61. സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ.
എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിൻ്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ട് നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നും ഇരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തതയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കും. എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. ഭാഗം 2 ഇവിടെ അവസാനിച്ചു.